കടലിടുക്കിലെ നാവിക സാന്നിധ്യം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ വിദേശ നയത്തെയും പരസ്യമായി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ പിന്മാറ്റം വാഷിംഗ്ടണിന് വലിയ തിരിച്ചടിയാണെന്നാണ് ടെഹ്റാന്റെ വാദം. അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നൽകി വന്ന സുരക്ഷാ ദൗത്യം നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ കടന്നാക്രമണം. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഗാലിബാഫ് അമേരിക്കൻ നടപടിയെ പരിഹസിച്ചത്. ഓപ്പറേഷൻ ട്രസ്റ്റ് മീ ബ്രോ പരാജയപ്പെട്ടു എന്ന വാചകത്തിലൂടെ ട്രംപ് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക നീക്കങ്ങളെ ഓപ്പറേഷൻ ഫോക്സിയോസ് എന്ന് വിളിച്ച ഗാലിബാഫ് പരിഹസിച്ചു. അമേരിക്കയുടെ പേർഷ്യൻ ഗൾഫിലെ സൈനിക ഇടപെടലുകൾ വെറും പ്രഹസനമാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ മാത്രമുള്ള നാടകമാണെന്നുമാണ് ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കിയത്. ഇറാന്റെ കരുത്തിനു മുന്നിൽ അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്ന സന്ദേശമാണ് ഇറാൻ ഭരണകൂടം നൽകുന്നത്. എന്നാൽ ഈ പിന്മാറ്റത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു വിശദീകരണമാണുള്ളത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഹോർമൂസിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യം പിന്മാറുന്നത് തങ്ങളുടെ ദൗർബല്യമല്ല, മറിച്ച് തന്ത്രപരമായ ഒരു നീക്കമാണെന്ന് വരുത്തി തീർക്കാനാണ് വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ചർച്ചകൾക്കുള്ള അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ഉടമ്പടികൾ പുരോഗമിക്കുകയാണെന്നുമാണ് ട്രംപ് നൽകുന്ന സൂചന. എന്നാൽ ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളല്ല ഇറാൻ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഉപരോധങ്ങൾ നീക്കാതെ യാതൊരു ചർച്ചയ്ക്കുമില്ലെന്ന കർക്കശമായ നിലപാടിലാണ് ടെഹ്റാൻ ഇപ്പോഴും തുടരുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണെന്ന് പല നയതന്ത്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. നിലവിൽ സൈനിക നടപടികൾ നിർത്തിവെച്ചുവെങ്കിലും ഇറാനുമായുള്ള സംഘർഷം അവസാനിച്ചുവെന്ന് ഇതിന് അർത്ഥമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യത റൂബിയോ തള്ളിക്കളയുന്നില്ല. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഭീഷണി നേരിട്ടാൽ സൈന്യം ശക്തമായി തിരിച്ചു വരുമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ദൗത്യം അവസാനിപ്പിച്ചത് ആഗോള എണ്ണ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും കടന്നു പോകുന്ന ഈ പാതയിൽ അമേരിക്കൻ സാന്നിധ്യം കുറയുന്നത് ഇറാന് കൂടുതൽ ആധിപത്യം നൽകും. ഇത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇറാന്റെ നാവികസേന ഈ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഇസ്രയേൽ കരുതുന്നു. ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും പ്രവചനാതീതമാണ്. സഖ്യകക്ഷികളെ പോലും അറിയിക്കാതെയുള്ള ഇത്തരം പിന്മാറ്റങ്ങൾ അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ ബാധിക്കുന്നുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസിൽ നിന്ന് പെട്ടെന്നുള്ള പിന്മാറ്റം ഇറാന് വലിയൊരു നയതന്ത്ര വിജയമായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ വിപ്ലവ ഗാർഡുകൾ അമേരിക്കൻ നാവികസേനയെ തുരത്തി ഓടിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇറാൻ മാധ്യമങ്ങൾ നടത്തുന്നത്. ഗാലിബാഫിന്റെ പരിഹാസം അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പെന്റഗണിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാണോ ട്രംപ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നാവിക കപ്പലുകളെ പിൻവലിക്കുന്നത് മേഖലയിലെ സുരക്ഷാ ശൂന്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ചൈനയെയും റഷ്യയെയും പോലുള്ള രാജ്യങ്ങൾക്ക് മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ അവസരം നൽകും. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യത കുറയുന്നതിന്റെ തെളിവായിട്ടാണ് ഇറാൻ ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടുന്നത്. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഇറാൻ നേതാക്കൾ അറബ് രാജ്യങ്ങൾക്ക് നൽകുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം സഖ്യകക്ഷികളെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന വാദത്തിന് ഗാലിബാഫിന്റെ പ്രസ്താവന കൂടുതൽ കരുത്തു നൽകുന്നു. കടലിടുക്കിലെ ഈ പുതിയ സാഹചര്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ബാധിക്കും. എണ്ണ ഇറക്കുമതിക്കായി ഈ പാതയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് മേഖലയിലെ സ്ഥിരത അത്യാവശ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ വാക്പോര് സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ അത് ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ തകിടം മറിക്കും. ഇറാന്റെ സൈനിക ശേഷിയെ കുറച്ചു കാണാൻ പാടില്ലെന്ന് മാർക്കോ റൂബിയോ ഓർമ്മിപ്പിക്കുന്നു.
ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏത് കപ്പലിനെയും ആക്രമിക്കാൻ ഇറാന് സാധിക്കും. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഈ സമാധാനം എപ്പോൾ വേണമെങ്കിലും തകരാം. ഒരു ചെറിയ പ്രകോപനം പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ സ്വീകരിച്ചിരുന്ന മാക്സിമം പ്രഷർ നയം പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവായിട്ടാണ് ഗാലിബാഫ് ഈ പിന്മാറ്റത്തെ അവതരിപ്പിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തകർക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. സൈനികമായ കരുത്തു പ്രകടനങ്ങൾ കൊണ്ട് ഇറാന്റെ നയങ്ങളെ മാറ്റാൻ സാധിക്കില്ലെന്നും ലോകത്തിനു മുന്നിൽ അദ്ദേഹം വിളിച്ചു പറയുന്നു. അമേരിക്കൻ നാവികസേനയുടെ പിന്മാറ്റം പേർഷ്യൻ ഗൾഫിലെ സുരക്ഷാ ചുമതല പൂർണ്ണമായും പ്രാദേശിക രാജ്യങ്ങളുടെ കൈകളിൽ എത്തിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. പുറത്തു നിന്നുള്ള ശക്തികളുടെ ഇടപെടലില്ലാതെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ സൗദി അറേബ്യയും UAEയും ഈ വാദത്തെ എത്രത്തോളം അംഗീകരിക്കുമെന്നത് സംശയമാണ്. നയതന്ത്ര തലത്തിൽ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും നിഗൂഢമാണ്. ഇറാനുമായി ഒരു വലിയ കരാറിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണോ അതോ ഇതൊരു കെണിയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ദുരൂഹത തുടരുന്നു. വാക്പോരുകൾക്ക് പിന്നാലെ സൈനികമായ കരുത്തു പ്രകടനങ്ങൾക്കും മേഖല സാക്ഷ്യം വഹിച്ചേക്കാം. ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ കടലിടുക്കിൽ പുതിയ സൈനികാഭ്യാസങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കാൻ അവർ ഈ അവസരം പരമാവധി ഉപയോഗിക്കും. ഇത് മേഖലയിലെ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിപ്പിക്കും. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ ചർച്ചയാകും. ട്രംപിന്റെ തീരുമാനത്തെ ഡെമോക്രാറ്റുകൾ വിമർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശത്രു രാജ്യത്തിനു മുന്നിൽ അമേരിക്ക തോറ്റു തൊപ്പിയിട്ടു എന്നാരോപിക്കാൻ പ്രതിപക്ഷം ഈ അവസരം ഉപയോഗിക്കും. മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകൂർ നീക്കമായി കാണാം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു ചതുരംഗക്കളമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പരിഹാസവും അമേരിക്കയുടെ വിശദീകരണങ്ങളും തമ്മിലുള്ള പോരാട്ടം തുടരുന്നു. സമാധാന ചർച്ചകളാണോ അതോ വലിയൊരു സ്ഫോടനമാണോ കാത്തിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും പ്രവചനാതീതമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഗാലിബാഫിന്റെ ഓരോ വാക്കുകളും അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇറാൻ ജനതയുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനും ഈ പ്രസ്താവനകൾ സഹായിക്കുന്നു. വിദേശ ശക്തികളെ തുരത്തി ഓടിച്ചു എന്ന വികാരം ജനങ്ങൾക്കിടയിൽ പടർത്താൻ ഇറാൻ ഭരണകൂടത്തിന് ഇതിലൂടെ സാധിച്ചു. അവസാനിക്കാത്ത ഈ വൈരത്തിന് ഇടയിൽ സാധാരണ കപ്പൽ ഗതാഗതവും വ്യാപാരവും തടസ്സപ്പെടാതിരിക്കട്ടെ എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. എന്നാൽ അധികാര കൈമാറ്റങ്ങളും സൈനിക മാറ്റങ്ങളും പശ്ചിമേഷ്യയെ എന്നും അശാന്തമായി തന്നെ നിലനിർത്തുന്നു. ഇറാൻ അമേരിക്ക ബന്ധത്തിലെ ഈ പുതിയ അധ്യായം എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.